തിരുവനന്തപുരം കഴക്കൂട്ടത്ത് മകളുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് പിതാവ് രംഗത്ത്. കുളത്തൂർ സ്റ്റേഷൻ കടവ് സ്വദേശിനി സുധീനയുടെ മരണത്തിലാണ് ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പൂന്തുറയിൽ ഭർത്തൃവീട്ടിലാണ് സുധീനയെ മരിച്ച നിലയിൽ കണ്ടത്. കിടപ്പുമുറിയിൽ ഫാനിൽ ബെഡ്ഷീറ്റും ഷാളും ഉപയോഗിച്ച് തൂങ്ങിയതെന്നാണ് ഭർത്താവ് ബാദുഷ പൂന്തുറ പോലീസിനോട് പറഞ്ഞത്. എന്നാൽ യുവതി കുഴഞ്ഞു വീണുവെന്നാണ് ഇയാൾ സുധീനയുടെ പിതാവ് ബഷീറിനെ അറിയിച്ചത്. യാതൊരു കാരണവശാലും ആത്മഹത്യ ചെയ്യൂല. അവള് ഒരു പെൺമക്കളും 2 മക്കളുള്ളതുകൊണ്ട് അവൾ ചെയ്യൂല. ഒരു എന്തെങ്കിലും അക്കതിറക്കങ്ങളുണ്ടായി അവള് രാത്രി 10:30 മണിക്ക് വന്ന് ഓട്ടോറിക്ഷ ഓടിയിട്ട് വന്ന് ഒരു പെണ്ണിൻ്റെ വിഷയമുണ്ട്, കൂടെ ഒരു പെണ്ണിൻ്റെ വിഷയമുണ്ട്. ഇവ ആട്ടോ ഓടിക്കാതെ പെണ്ണിനായിട്ട് കമ്പനി അവിടെ ഫോൺ വിളിക്കുമ്പോൾ ഫോൺ എടുത്തുകൊണ്ട് വെളിയിൽ പോയി സംസാരിക്കും. എൻ്റെ മോള് ചോദിച്ചു എന്തിന് ഞങ്ങളെപ്പോഴും ഫോൺ വരും വെളിയിൽ പോകുന്നത്? അതൊരു ഓട്ടം വിളിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കാമല്ലോ, ഈ രാത്രിയൊക്കെ ഓട്ടം വിളിക്കുന്നത്. അങ്ങനെ പല സംശയങ്ങളായി മോള് ചോദിക്കണമുണ്ട്. അത് ഭയങ്കര വിഷയമുണ്ടായി. സ്വർണം പണയം വെച്ചതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വീട്ടിൽ വഴക്ക് നടന്നിരുന്നു. മുൻപും പലതവണ സുധീനയെ ബാദുഷ മർദ്ദിച്ചിട്ടുണ്ടെന്നും ഇയാൾക്ക് മറ്റ് സ്ത്രീകളുമായുള്ള ബന്ധത്തെ ചൊല്ലി വീട്ടിൽ വഴക്കുണ്ടായിരുന്നുവെന്നുമാണ് പിതാവ് ബഷീർ ആരോപിക്കുന്നത്. അതായത് ഈ പിതാവിൻ്റെ കുടുംബത്തിൻ്റെ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ഭർത്താവിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുന്ന സംഭവത്തിൽ ദുരൂഹതയുണ്ട് തുടങ്ങിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഈ സുധീനയുടെ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. മറ്റ് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്നോ? കുടുംബ പ്രശ്നങ്ങൾ, അത് ഈ ഭർത്താവിൻ്റെ വഴിവിട്ട ബന്ധവുമായി ബന്ധപ്പെട്ട പ്രശ്നം അല്ലെങ്കിൽ സംശയം, ഇക്കാര്യങ്ങളാണോ ഈ ക്രൂരമായ ഇതുപോലുള്ള സംഭവങ്ങൾ പലപ്പോഴും കുടുംബങ്ങളിലെ കൂട്ടമരണങ്ങൾക്കോ ആത്മഹത്യക്ക് കാരണമാകാറുണ്ട്. സുധീന ആത്മഹത്യ ചെയ്തതിൻ്റെ കാരണം എന്തായാലും പുറത്തു വരേണ്ടതാണ്. അരുൺ മോഹൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, ഇത് കഴിഞ്ഞ ദിവസമാണ് സുധീനയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിന് പിന്നാലെ സുധീനയുടെ യുവതിയുടെ കുടുംബം ഭർത്താവിനെതിരെ ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് ആത്മഹത്യയല്ല, മറ്റു ദുരൂഹതകളുണ്ട്, വിശദമായി അന്വേഷിക്കണമെന്നാണ് കുടുംബത്തിൻ്റെ ആവശ്യം. എന്താണ് ഈ വിഷയത്തിൽ പോലീസ് ഇതുവരെയും സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ? അരുൺ, കഴിഞ്ഞ ദിവസമാണ് ഈ പറയുന്ന യുവതിയെ ഭർത്തൃവീട്ടിൽ നിന്ന് മരിച്ച നിലയിൽ കാണുന്നത്. സുധീന എന്ന് പറയുന്ന വീട്ടമ്മയാണ്, 37-കാരിയാണ്. ഇവരെ വീട്ടിൽ കിടപ്പുമുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അതേസമയം ഇവരുടെ വീട്ടുകാരോട് ഇയാൾ, അതായത് ഈ പെൺകുട്ടിയുടെ ഭർത്താവ് നൽകിയ മൊഴി എന്ന് പറയുന്നത് മകൾ കുഴഞ്ഞു വീഴുകയായിരുന്നു, തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു എന്നൊക്കെയായിരുന്നു പറയുന്നത്. എന്തായാലും ഈ പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ പോലീസ് ഡോക്ടർ നടത്തിയ പരിശോധനയിൽ കഴുത്തിൽ തുണി കൊണ്ട് മുറുകിയ ഒരു നില കണ്ടിരുന്നു. അതിനെ തുടർന്നായിരുന്നു ഈ പറയുന്ന പോലീസിന് ഈ പറയുന്ന പെൺകുട്ടിയുടെ ഭർത്താവായ ബഷീർ പെൺകുട്ടിയുടെ ഭർത്താവ് നൽകുന്നത് കഴുത്ത് ഞെരിച്ചതെല്ലാം ഈ പറയുന്ന തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നുള്ളതാണ് കിട്ടിയത്. എന്തായാലും ഇയാളുടെ പെൺകുട്ടിയുടെ ഭർത്താവിനെ കുറിച്ച് ഗുരുതരമായ ചില വിമർശനങ്ങൾ ഈ വീട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. പെൺകുട്ടിയുടെ പിതാവ് ബഷീർ ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്നുണ്ട്. ഇയാൾ സ്ഥിരം വീട്ടിൽ ബഹളമുണ്ടാക്കുന്നു, പെൺകുട്ടിയെ മർദ്ദിക്കുന്ന ഒരവസ്ഥയുണ്ട്. എന്തായാലും 17 വർഷങ്ങൾക്ക് മുമ്പാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. അന്ന് മുതൽ ഈ പെൺകുട്ടിയെ സ്ഥിരമായി മർദ്ദിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നതായി ബഷീർ നമ്മളോട് പങ്കുവച്ചു. തുടർന്ന് എന്തായാലും ഇപ്പോൾ പൂന്തുറ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സ്വർണം പണയം വെച്ചതുമായി ബന്ധപ്പെട്ട ഒരു തർക്കം വീട്ടിലുണ്ടായിരുന്നു. ഇതേ ചൊല്ലിയുള്ള തർക്കത്തിനൊടുവിൽ ഒരുപക്ഷെ മകളെ അപായപ്പെടുത്തിയിട്ടുണ്ടാവാമെന്നും മനസ്സിലാവുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ഗൗരവമായ അന്വേഷണം വേണമെന്ന നിലപാടിലും ഒപ്പം മകളെ ആത്മഹത്യയല്ല അല്ലെങ്കിൽ വ്യക്തമാണ്. അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. യുവതിയുടെ ദുരൂഹ മരണത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം.